അപ്പോഴേ ഇന്നലെ അല്ലേ അമ്മ ചിക്കൻ ചില്ലി ഉണ്ടാക്കി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ ചില്ലി. അപ്പം ഞാൻ വിചാരിച്ചത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ട് ഇരിക്കണോ. അമ്മ വന്നിട്ട് അമ്മയുടെ എന്തെങ്കിലും കുക്കിംഗ് കാണണ്ടേ. എന്തൊന്നും ഉണ്ടാത്തത് ചേട്ടാ? എന്തെങ്കിലും അമ്മ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ്. അച്ഛനും അമ്മയും പറഞ്ഞിരുന്നു അമ്മമ്മ അതുണ്ടാക്കി എന്താ ചോറിന് കറി വേണ്ടി പറഞ്ഞപ്പോൾ ചിക്കൻ ചില്ലി ഉണ്ടാക്കിയാൽ മതി അമ്മമ്മ ഉണ്ടാക്കണ പോലെയെന്ന്. ഓ ശരി, ഇപ്പോൾ അമ്മമ്മ ഉണ്ടാക്കണ പോലെ ചില്ലി ഉണ്ടാക്കിയില്ല എന്നുള്ള പരാതി വേണ്ടല്ലോ. പനിയേട്ടപ്പോൾ പോയി ചില്ലിയല്ല ചിക്കൻ വായിട്ട് വന്നോട്ട് ചിക്കൻ ഉണ്ടാക്കൂടി വേണ്ട കളിയാക്കിയതാണ് അല്ല അമ്മോ. എങ്ങനെയുണ്ട് ക്ലാസ് പറ? 2 ദിവസമായിട്ട് അമ്മു എന്താ അതെ അമ്മു അച്ഛൻ പറയണ പോലെ താഴത്തെ നിലയിൽ നിന്ന് മുകളത്തെ നിലയിലേക്ക് എത്തി. അത്ര മാറ്റം വന്നിട്ടുള്ളൂന്ന്. താഴത്തിൽ അതെ. ഇവര് ഏത് സ്കൂളിലാ പഠിക്കണ പറഞ്ഞത്? ഏത് സ്കൂളാ പറഞ്ഞു കൊടുക്കാമോ? MNKM പുലാപ്പറ്റ. MNKM ഗവൺമെന്റ് ഹൈസ്കൂൾ പുലാപ്പറ്റ അല്ലേ? ഹയർ സെക്കൻഡറി സ്കൂളാണ്. സെക്കൻഡറി സ്കൂൾ. എന്താ നമ്മുടെ ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ അല്ലേ? ഇപ്പോൾ ഞാൻ തിരുമ്പ് കേട്ടോ. തിരുമ്പ് എടുത്തോണ്ട് തിരുമ്പ്. ഇതിലെന്തൊക്കെയെന്നറിയോ? നമ്മുടെ മുളക്, മഞ്ഞൾ, പിന്നെ കോഴിമുട്ട, മഞ്ഞൾപ്പൊടി അവിടെ നിന്ന് എടുക്കുക. അമ്മയ്ക്ക് ഭയങ്കര തപ്പലാട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. പക്ഷേ നമ്മുടെ അമ്മമാർ വീട്ടിൽ വന്നു കഴിഞ്ഞാലേ നമുക്ക് നല്ല കയ്യാക്കാട്ടോ അല്ലേ? പിന്നെ ഉച്ചയ്ക്ക് ഉറക്കവും മടി പിടിക്കലും ഒക്കെ തുടങ്ങും. അതെന്താണെന്നറിയില്ല അല്ലേ അമ്മ? നിങ്ങളെ കാണുമ്പോഴേക്കൊരു മടിയേ. അത് തല്ലിട്ടാൽ തന്നെ ഉണ്ട്. ചെറിയുള്ളി, വെളുത്തുള്ളി, പിന്നെ പെരിഞ്ജീരകം, കുരുമുളക്, ചെറിയുള്ളി ഇല്ലേ, പച്ചമുളക്, ഇഞ്ചി, ഒരു കോഴിമുട്ടയും പാടെ അടിച്ചതാണ് കേട്ടത്. ഉപ്പ് ഇട്ടിട്ടുണ്ട്, കറിവേപ്പിൻ്റെ ഇല. നമ്മുടെ ഇവിടെ അധികം എവിടെ സുകന്യ അവിടെ അപ്പുറത്ത് വൈകുന്നേരമായി തുടങ്ങി സുകന്യ തിരക്ക്. സൗണ്ടൊന്നും കേൾക്കാല്ലേ വിളിച്ചിട്ടും കൂടി. സുകന്യേ ഒരനക്കില്ല. എല്ലാം പാടെ ഓ എന്തിനാ അത് കൊണ്ടുപോണേ? കോൺഫ്ലവർ കേട്ടോ അമ്മ. എന്താ മഞ്ഞപ്പൊടി ഒന്ന് എടുത്തു തരുമോ? ഏട്ടതാ ചിക്കൻ മസാല. അമ്മ ഞാൻ പോണു. ഇതെന്താ കണ്ടോ? ശരി. ഇപ്പൊ മനസ്സിലായില്ലേ? മഞ്ഞപ്പൊടി എന്താ കണ്ണിന്റെ മുമ്പിലുണ്ടേ. അച്ചു ബാക്കിയുള്ളവർക്ക് തപ്പലാണ്, പിന്നെ അമ്മക്ക് തപ്പായിരിക്കും. ഇതാണേ ഒരു സാധനം വെച്ചത് നീയാണ്. അത് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്നുള്ള നടക്കേ അറിയൂ. അമ്മ ഇല്ല പറഞ്ഞിട്ട് ഇരിക്കട്ടോ. ഞാൻ മഞ്ഞപ്പൊടിയാണെങ്കിലോ അതാ കണ്ടോ ഇങ്ങനെ പൊടിച്ചിട്ട് 2 ബോട്ടിൽ, ഒരു ബോട്ടിൽ അവിടെ ഉണ്ട്, ഒരു ബോട്ടിൽ ഇവിടെ ഉണ്ട് കേട്ടോ. എന്താ നല്ല മഞ്ഞൾ വാങ്ങിപ്പൊടി, നാടൻ മഞ്ഞൾ. ഇതിൻ്റെ ഒരു മണം തന്നെ വ്യത്യാസമാണ്. ഇതിൽ നമ്മൾ ചിക്കൻ മസാല ഇട്ടു. ഇതാ ഇങ്ങനല്ലേ തിരുമ്പിയിട്ട് ഒരു ഫ്രിഡ്ജിലങ്ങോട്ട് പാലിലല്ലേ കണ്ടോ. ഇത് അടച്ചു വെക്കട്ടെ കേട്ടോ. കുഞ്ഞച്ഛനും മകളും കോങ്ങാട് പോയിക്കാണ് അച്ചുട്ടിക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കാൻ. നോക്കാം. അപ്പൂന് പോയത് പറ്റിയിട്ടില്ല കണ്ടോ. പോയത് ഇഷ്ടാവാണ്ടാണേ.
അമ്മല്ലേ അതേപോലെ മീൻകറി വെച്ചാലും നല്ല രസമാട്ടോ. എനിക്കിഷ്ടമാണ്. അമ്മ ഞങ്ങൾ ചെറുതാവണ സമയത്തും അമ്മ മീൻകറി ഒട്ടിപ്പൊളിയിട്ട് വെക്കും. അത് എന്താ പള്ളത്തേരോടെ പോണ സമയത്തിലേ നന്നായിട്ട് വെക്കും അമ്മ. നന്നായി എനിക്കിഷ്ടം അമ്മ ഉണ്ടാക്കുന്നത്. എൻ്റെ വലിയേട്ടനാണ് എപ്പോഴും പറയുക, അമ്മ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ പ്രസി നല്ല രസമാണ്, കഴിക്കാനേ തോന്നുള്ളൂ പറയും. ഒരു പിടി ചോറ് കൂടുതലുണ്ടെന്നും പറയും. അത് നമ്മൾ വെക്കണേക്കാട്ടിലും അല്ലെങ്കിൽ എല്ലാ അമ്മമാർ വെക്കുന്നതും നല്ല ടേസ്റ്റാണ്. ഇവിടുത്തെ അമ്മ വെക്കുന്നതും നന്നായി വെക്കും മോരുക്കൂട്ടാൻ. പക്ഷെ അമ്മ ഇവിടുത്തെ നാടൻ കറികളെ ഉണ്ടാക്കുള്ളൂ ലേട്ടാ. മോരുക്കൂട്ടാൻ, സാമ്പാർ. ഇപ്പോൾ കുറേ ആയിട്ട് അമ്മ അടുക്കളയിൽ അങ്ങനെ കറികൾ ഉണ്ടാക്കാൻ കയറാറില്ല കേട്ടോ. ചട്ടി ഒന്ന് മയക്കും വേണ്ടേ അല്ലേ? ചെറിയ ചട്ടി അത് ഇതുവരെ മയക്കിയിട്ടില്ല. അത് ചട്ടിച്ചോറ് ഉണ്ടാക്കുക മാത്രമേ ചെയ്തുള്ളൂ അതിൽ. ഇത് അവിടുത്തെ ചട്ടിയാണേ. അപ്പം ഞാനത് 2-3 ഉണ്ട് ചട്ടികളെയും മയക്കി വെച്ച് കഴിഞ്ഞ് വെച്ചാൽ എന്താണെന്നറിയോ, നമ്മൾ ഉപയോഗിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് കഴുകട്ടെ ഞാൻ. എന്താ ഇവിടെ ചെയ്യണം? പഠിപ്പിക്കുക കുഞ്ഞനോ? കുഞ്ഞനല്ലേ അവിടെ ഇരിക്കണത്? കുഞ്ഞുണ്ണി ഇങ്ങനെ ഇരുന്നിട്ടാ എഴുതണേ. അവിടെ ഇരുന്ന് പഠിക്കണം. അങ്ങോട്ട് കാണിക്കണ്ടപ്പാ. കുഞ്ഞനല്ലേ ചോറ്റുപാത്രം കഴിക്കാച്ചാ. ആയി നോക്കട്ടെ. കാർ ബോക്സോ കാറോ? ഇയ്യും പഠിക്ക്. ചോറ പൊട്ടേ എൻ്റെ അമ്മോ. അപ്പോൾ ചോറ് ഇവിടെ വെച്ചു കേട്ടോ. ഇവിടെ അല്ലേ കുറവ് കുറച്ച്. ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ തന്നെയാണ് എല്ലാതും. കാരണം എന്താണെന്നറിയോ, ഇവിടുത്തെ ഗ്യാസ് കഴിഞ്ഞു. ഇവിടുത്തെ കഴിയുമ്പോൾ അവിടെ കത്തിച്ചു, അവിടുത്തെ കഴിഞ്ഞപ്പോൾ ഇനി ഇവിടെ. ഇനി എന്തായാലും ഇവിടെ തന്നെ രാവിലെ അടുത്ത കുറ്റി കിട്ടും വരെ ഇവിടെ തന്നെ. ഞാൻ 45 ദിവസം കഴിയണ്ടേ? 1 മാസമായില്ലേ ഇപ്പം അവിടെ. 15 ദിവസം ഇവിടെ 15 ദിവസം ഗ്യാസിൻ്റെ അവിടെ അല്ല. ഇനി മഴ പെയ്യുമ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം നല്ലൊരു ബുദ്ധിമുട്ടാട്ടോ. മഴ പെയ്യാത്ത സമയത്ത് കുഴപ്പമില്ല. പിന്നെ എന്താണെന്നറിയോ, നല്ല ഉണങ്ങിയ വിറകുകളുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കേണ്ട കാര്യങ്ങളാണല്ലോ പ്രശ്നം. പെട്ടെന്നൊരു ചായ വേണം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ചായ കിട്ടണമെങ്കിലും കറണ്ട് അടുപ്പ്. എല്ലാവരും പറയണു കറണ്ട് അടുപ്പിന് നല്ല എന്താ കറണ്ട് ചാർജാണ് എന്നുള്ളത് കേട്ടോ. അല്ലെങ്കിൽ എന്താ വീട്ടിൽ ഏട്ടൻ്റെ അവിടെ ഒന്നുണ്ട്, കൊണ്ടുവന്നോളം പറഞ്ഞു. ചിലപ്പോൾ കറണ്ട് ബില്ല് കൂടുതലായത് കൊണ്ടായിരിക്കും നമുക്ക്. അതെ, ചായക്കടയിലൊക്കെ മാറ്റില്ല. ബുള്ളറ്റ് പോലത്തെ ഫാൻ വെക്കുന്ന അടുപ്പ് കത്തൊക്കെ ചെയ്യും. അതിലൊക്കെ ഇനി പാറ്റ് ഒന്നും തുടങ്ങണം. ഈ ഒരു ചെമ്പ് മൊത്തം വെള്ളം നിറച്ച് വെച്ചാൽ നാളെ രാവിലെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള വെള്ളമായി. പിന്നെ മക്കൾക്ക് പണിക്ക് പോകണവർക്ക് കൊണ്ടുപോകാനുള്ള വെള്ളമായി അല്ലേ. അപ്പം ഞാനൊരു ചെമ്പ് ഇതിൽ മൊത്തം വെള്ളം നിറച്ച് വെക്കട്ടെ. നിറച്ചു കേട്ടോ. അങ്ങനെ കടന്ന് തിളച്ച് ഇതായി പോവുമല്ലോ. അപ്പം അത് കാരണം അല്ലെങ്കിൽ രാവിലെ എന്താണെന്നറിയോ, നല്ല ബുദ്ധിമുട്ടാണ്. രാവിലെ നേരത്തെ എന്താ എല്ലാവർക്കും ഇപ്പോൾ 6 ആൾ വീട്ടിൽ നിന്ന് പോകണം രാവിലെ 8 6 കുപ്പിത്തെ ഒരു 5 കുപ്പി 1/2 ലിറ്റർ മതി. 1/2 ലിറ്റർ അല്ല, 1/2 ലിറ്റർ 1/2 ലിറ്റർ 3/4 ലിറ്ററോളം 5 ലിറ്റർ കവറൊക്കെ പൊളിച്ചിട്ടോ. ഇത് എന്താ അവർക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയത്. ഇങ്ങനത്തെ 5 കുപ്പിയും വേണം. പിന്നെ 2 ലിറ്ററിൻ്റെ ഒരു കുപ്പിയും വേണം കേട്ടോ. പിന്നെ ഇവിടെയും ഇതിലുണ്ട് അവിടെയുണ്ട്. എന്നാലും വെള്ളം കഴിയില്ല. മക്കൾക്ക് എത്ര വെള്ളം കിട്ടിയാലും വെള്ളം വേണം പറയൂ. അത് കത്തിക്കട്ടെ. അമ്മേ ഇപ്പോൾ ഏട്ടൻ്റെ അമ്മയ്ക്കാണെന്ന് വെച്ചാൽ നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അമ്മ അങ്ങോട്ട് പോയില്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ നാളെ പോവുക പറയുമ്പോൾ നമുക്ക് തന്നെ എടുങ്ങാറില്ലേ. വീട്ടിലാരും ഇല്ലാണ്ട് എന്തോ പോലെ തോന്നില്ല ഏട്ടാ. ഇപ്പോൾ അമ്മ നാളെ പോകാന്ന് പറഞ്ഞു. നാളത്തെ കഴിഞ്ഞ് പോയാൽ പോരാ. ഏട്ടൻ വന്നോളി. അമ്മ ആദ്യമായിട്ടാണ്
ഇത്ര ദിവസം ഇവിടെ വന്ന് നിൽക്കണത് അല്ലേ. നമ്മുടെ വീടിൻ്റെ പാല് കാച്ചലിൻ്റെ സമയത്തും കൂടി തലേ ദിവസം വന്ന് പിറ്റേ ദിവസം പാല് കാച്ചൽ കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ പോയി. അപ്പോൾ ഇപ്രാവശ്യം എന്താ വെച്ചാൽ ഇന്നലെ പോകേണ്ടതാണ് കേട്ടോ അമ്മ. എനിക്ക് ഈ എന്താ ഭയങ്കര പെട്ടെന്ന് അലർജിയൊക്കെ ഇങ്ങോട്ട് പൊന്തിയിട്ടേ ഭയങ്കര ഇതായി, മേലും ഒക്കെ ചൊറിച്ചിൽ. അതിൽ തീരെ നിവർത്തിയില്ലാതായപ്പോൾ ഞാൻ പോകണ്ട. എല്ലാവർക്കും തിരക്കായപ്പോൾ എങ്ങനെ ശരിയാവുക? ഇവരൊക്കെ തിരക്കൊണ്ട് എപ്പോഴാണ് 2 ദിവസം നിൽക്കുക? 2 ദിവസം നിൽക്കുക. അമ്മയ്ക്ക് എപ്പോഴും തിരക്കാം. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ. ഇന്നും തിരക്കാം. എപ്പോഴും തിരക്കാറിനത് എപ്പോൾ ഈ തിരക്കൊഴിയും? തിരക്ക് വേണ്ടിട്ട് ഇവർക്ക് ചില സമയത്തൊക്കെ റെസ്റ്റ് എടുക്കാച്ചിട്ടാണ്. ചില സമയത്തൊക്കെ ഭയങ്കര സങ്കടമാവും. ഞാൻ പറയാറില്ല ആദ്യം നമ്മൾ എന്താ പഠിക്കണ ചെറിയ സമയത്തൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ കുറേ അപ്പുറത്തൊരു പുഴ ഉണ്ട്, കോൽപ്പാടം പുഴ. അപ്പോൾ ഈ പുഴ നിറഞ്ഞു കഴിഞ്ഞ് വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ, കോൽപ്പാടത്തിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കും, ഭഗവാനേ പുഴ നിറയണേ, പുഴ നിറയണേ. പുഴ നിറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ അതിൻ്റെ അപ്പുറത്താണ് അമ്മ പണിയെടുക്കുക. അപ്പോൾ പണിക്ക് പോകാണ്ട് വീട്ടിലിരിക്കുമല്ലോ. അധികം ആൾക്കാരുടെയും അവിടെ ആൾക്കാരുടെയൊക്കെ കുട്ടികളുടെ അമ്മമാർ പണിക്കൊന്നും പോകാണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ അമ്മേനെ കിട്ടുന്ന സമയം വൈകുന്നേരത്ത് മാത്രമായിരിക്കും. ഞങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞങ്ങൾ വലുതായപ്പോൾ നമ്മളിങ്ങനെ അമ്മയുടെ അടുത്ത് അമ്മ പണിക്ക് പോകണ്ട, അമ്മ നിന്നോളിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ പറയും വയ്ക്കുന്ന സമയത്ത് അധ്വാനിച്ച് ജീവിക്കണം, അതിൻ്റെ സുഖമൊന്നും വേറൊന്നിനും കിട്ടില്ല പറയും. പിന്നെ ഇപ്പോൾ എന്താണെന്നറിയോ, വെറുതെ വീട്ടിലിരുന്നിട്ട് ഒരു നിത്യരോഗി ആവണേക്കാട്ടിലും നല്ലത് അവരാരും എന്തിനെങ്കിലും പോകണം തന്നെയാണ് അല്ലേ. ഏട്ടെന്താ പറയാത്തത്? അതെ, അതിപ്പോൾ എല്ലാ ദിവസവും പണിക്ക് പോകാൻ പറ്റില്ല. ഇടയ്ക്ക് ഇപ്പോൾ എപ്പോഴെങ്കിലും കുറച്ച് റെസ്റ്റൊക്കെ വേണം. വയസ്സായി അല്ലാണ്ട് ഇപ്പോൾ പണ്ടത്തെ ഓർമ്മയിൽ ഇപ്പോൾ നടന്നു കഴിഞ്ഞാൽ പറ്റില്ല. കുറച്ചൊക്കെ റെസ്റ്റ് എടുക്കുക. റെസ്റ്റ് എടുത്തിട്ട് ഇവിടെ വെറുതെ ഇരിക്കുന്നല്ലോ. അപ്പോൾ പറ്റും പോലെയൊക്കെ പണിക്കന്നല്ലേ. പണിയൊക്കെ അതിൽ കൊതുകേണ്ട സമയമായി. ഇവിടെ വന്നാലല്ലേ വെറുതെ ഇരിക്കുന്നില്ല, എല്ലാം ചെയ്യും. എന്താ ഇപ്പോൾ പണിക്ക് പോയെടുത്തപ്പോൾ അതൊന്നും പോരാ. പണിക്ക് പോയെടുത്തപ്പോൾ എങ്ങനെയാണോ പണിക്ക് പോയെടുത്ത് ചോറും കൂട്ടാനും വെക്കലൊക്കെ. ഇപ്പം ഞാനതന്നെ ഇന്നലെ ചിക്കൻ കറിയും ഒക്കെ അമ്മയാണ്. പണിക്ക് പോയത് എത്ര പണിതാലും പോരാന്ന് എല്ലാവർക്കും തോന്നും. പക്ഷെ അവനവൻ്റെ വീട്ടിൽ പാലില്ല. എന്തെങ്കിലും ചെയ്താലും ഇരിക്കണം തോന്നി ഇരിക്കുക, കിടക്കണം തോന്നി കിടക്കാമല്ലോ. പണിക്ക് കൊടുത്ത് പറ്റുമോ? അപ്പം അതാണ് പറഞ്ഞത്. ഇരിക്കട്ടെ കുറച്ച് ദിവസം വിചാരിക്കുന്നുണ്ട് അല്ലേ. കേൾക്കുന്നവർക്ക് പറയാം. അപ്പം നമ്മളടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും തോന്നുന്നില്ല. പറഞ്ഞു നോക്കാന്നല്ലാതെ. അവിടെ ഉണ്ണിയാണ് വെച്ചാൽ പകല് നല്ല എന്താ ഉറക്കല്ലായ്മ. അപ്പം അതുകൊണ്ട് ഒരാൾ കുട്ടീനെ നോക്കാൻ തന്നെ വേണം കേട്ടോ. ഇപ്പോൾ ഈ സമയത്ത് ചെറിയ കുട്ടികളാകുമ്പോൾ വീട്ടിൽ 2-3 ആളുണ്ടെങ്കിലും കൂടി പണിയൊരുക്കില്ല. ഇതിപ്പോൾ പിന്നെ വേറെ വഴിയില്ല. ചെറിയ കുട്ടിയുണ്ട്, പാവത്തിരിക്കാൻ ഒരാളെ കിട്ടുക പറഞ്ഞു കഴിഞ്ഞപ്പോൾ വേറെ വഴിയില്ല. അമ്മയ്ക്കിപ്പോൾ ഒരു സന്തോഷമല്ലേ. പിന്നെന്താ, കുഞ്ഞുമക്കളെ നോക്കുക പറയുമ്പോൾ, കുഞ്ഞുമക്കളെ നോക്കുക എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷം. നമുക്കിപ്പോൾ പോയി നോക്കാൻ പറ്റില്ല, അമ്മയ്ക്കെങ്കിലും പറ്റുമല്ലോ. അതിനെ പറയുന്നതേ നമ്മളൊക്കെ എന്താ ക്ഷമ എന്ന് പറയുന്ന സംഭവം നമുക്കൊക്കെ ശരിക്കും ദൈവം തരണല്ലേ. ഓരോ കാര്യത്തിനും നമുക്ക് ഈ ക്ഷമ ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് എന്തിനും പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഭയങ്കര ദേഷ്യം ഒക്കെയാണ് പറഞ്ഞു വെച്ചാൽ നമുക്ക് എല്ലാത്തിനോടും ദേഷ്യം തോന്നുള്ളൂ, പൊച്ചടാൻ തോന്നും, ബഹളം വയ്ക്കാൻ തോന്നും. പക്ഷേ ഈ അവരുടെയൊക്കെ ഒരു ക്ഷമ നമുക്ക് വയസ്സാവുമ്പോൾ കിട്ടുമെന്ന് എനിക്കറിയില്ല. കിട്ടണേ എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ. കാരണം എന്ത് കാര്യത്തിനും കുട്ടിയോടാണ് പറഞ്ഞു വെച്ചാലും എന്ത് പറയുമ്പോഴും അവരുടെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്തു കൊടുക്കണ്ടല്ലോ. അപ്പോൾ എന്തായി, മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് ഞാനില്ലേ ഇന്ന് എത്ര വെള്ളം കുടിക്കുന്നത് വെച്ചിട്ടാ. വെള്ളം കുടിച്ചത് ചായ കേട്ടോ. വെള്ളം കുടിച്ചിട്ടില്ലേ ഭയങ്കര പരവേശം തോന്നും നമുക്ക്. ഇതൊന്നിങ്ങനെ ഇളകി. അപ്പം അത് കണ്ടോ തള വന്നോട്ടോ. ഇനി ഇത് കത്തണ വരെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നല്ല തിളച്ച് കഴിഞ്ഞല്ലേ നല്ല ടേസ്റ്റാണ് ഈ വെള്ളത്തിന്. അപ്പോൾ ഞാനൊരു ഗ്ലാസ് ചായ, ഈ ചായ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കട്ടെ. അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കണം. അത് ഈ ഒരു ശീലമായിരിക്കണം. ഇപ്പോൾ ചൂടാക്കി സതിയിട്ട് വെച്ചതാ. ഇത്ര നമ്മളില്ലേ ഒരു 2 മണിക്കൂറിൻ്റെ മുകളിൽ ചിക്കൻ മസാല തിരുമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അതിൻ്റെ ഇടയിൽ ഏട്ടൻ്റെ കൂട്ടുകാർ വന്നിട്ടുണ്ടായിരുന്നു, അതും കൊണ്ട് 2 മണിക്കൂർ ഇരുന്നതാണ്. അല്ലെങ്കിൽ 8:30 ഞങ്ങൾ വറക്കണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. ഊണ് കഴിയേണ്ടതാണ്. കണ്ടോ കത്തിയും കൊണ്ടേ ചട്ടുകല്ലാണ്ട് എൻ്റെ അമ്മ അതാ. അമ്മയ്ക്കില്ലേ ഈ ഇരുമ്പ് ചീനച്ചട്ടി ഭയങ്കര ഇഷ്ടമായി ചേട്ടാ. എണ്ണ കുടിച്ച് മയങ്ങിയെന്ന്. നല്ല ഇതിൽ അപ്പം ഉണ്ടാക്കുമ്പോൾ നല്ലതാട്ടോ, നല്ലതായിട്ട് വരികയും
സ്കൂള് തുറന്നിട്ട് മഴ പെയ്തില്ല അല്ലേ? മഴ ഒന്ന് ചാറി പോവാന്നല്ലാതെ മഴ പെയ്തേ ഇല്ല. അതിന്റെ മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ. ഇപ്പൊ പിന്നെ കുറേ സമാധാനമായി. വിറകിന്റെ ഒരു ആവശ്യമായിരുന്നു, ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നിയത്. വിറകായി ചേട്ടാ, വിറകാല ശരിയാക്കി. ഇനി നമുക്ക് നമ്മുടെ ഒരു വണ്ടി നിർത്താനുള്ള ഒരു സൗകര്യം കൂടി ശരിയാക്കണം, നമ്മുടെ ഓട്ടോ. എന്താ അമ്മ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കണത്? നല്ല മണം വരുന്നുണ്ട്, നല്ല മണം വരുന്നുണ്ട്. ഉപ്പ് നോക്ക്, വേറെ ഒന്നല്ല, വറുത്തത് മുഴുവൻ തിന്നല്ലേ പറയും. ഉപ്പ് നോക്കിട്ട് കൊണ്ട് തീരരുതിട്ടാ. പെമ്മക്കൊക്കെ എപ്പോഴും ഇല്ലേ, എപ്പോഴും ഉണ്ടോ? എപ്പോഴേ അമ്മമാര് എന്താ കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാലാണ് അമ്മമാരുടെ വില അറിയുള്ളൂ. മറ്റേത് തല്ലുകൂടിയിട്ടും ഒരു പണി പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ അപ്പോൾ എന്തെങ്കിലും ദേഷ്യപ്പെട്ടിട്ടൊക്കെ ഇരിക്കും. പക്ഷെ കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് നമ്മളൊരമ്മയാകുമ്പോഴാണ് നമ്മുടെ അമ്മയുടെ വില മനസ്സിലാവുള്ളൂ. അത് വരല്ലേ. സമയം എടുത്തോ? അമ്മയുടെ വില മനസ്സിലാവും. ഞാൻ എൻ്റെ അച്ഛൻ്റെ കുട്ടിയായിരുന്നു. ഞാൻ എൻ്റെ അച്ഛൻ്റെ കുട്ടിയാണ്. എൻ്റെ അച്ഛനായിരുന്നു കൂടുതൽ എനിക്കിഷ്ടം കേട്ടോ. പക്ഷെ അമ്മേനെ ഇഷ്ടമില്ല എന്നല്ല, അമ്മേനെ ഇഷ്ടമായിരുന്നു. പക്ഷെ അച്ഛൻ എല്ലാ ആട്ടത്തിനും നിൽക്കുമായിരുന്നു കേട്ടോ. എത്ര വയസ്സ് വരെ വാരി തന്നിട്ടുണ്ടല്ലമ്മ, ഭയങ്കര ഒരു ഇതായിരുന്നു. ഇപ്പോഴും ഇടയ്ക്കൊക്കെ ഇങ്ങനെ അമ്മ വാഴ്ത്തിരാൻ കൊതിയുണ്ട്, പക്ഷെ അമ്മ ഇപ്പോൾ വാഴ്ത്തിരില്ല. അമ്മമാരുള്ള സമയത്താണ് നമ്മൾ ചെറിയ കുട്ടികൾ അമ്മമാരുടെ ഒപ്പം നിൽക്കുമ്പോൾ. മറ്റേത് ഞാൻ ചെറിയ കുട്ടിയാണ് പറഞ്ഞു വെച്ചാൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് മൂത്ത ഇങ്ങനെ പറയാ മരുമകളല്ലേ. അപ്പം ഞാൻ കൊണിയാൻ നിന്ന് കഴിഞ്ഞു വെച്ചല്ലേ അവർ വിചാരിക്കില്ലേ എന്ത് ഈ അന്തമൊന്നുമില്ലാത്തതിനെ കല്യാണം കഴിച്ചതെന്ന്. സുകന്യ പോണോക്ക് എടി ചോറ് എടുത്തിട്ട് വാ. ആർക്ക് ചോറ്? കൊണ്ടുവന്നോ, വിശക്കാൻ തുടങ്ങി. ഇതിൽ ആക്കിയിട്ട് വെക്കാം. എൻ്റെ വീട്ടിൽ പോയല്ലേ ഞങ്ങൾ ചോറിനായിരിക്കുക അമ്മ ചില്ലി ഉണ്ടാക്കണത് ഞങ്ങളുടെ പ്ലേറ്റിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കും. ചോറിനെക്കാട്ടിലും ചില സമയത്ത് ചില്ലി കഴിക്കില്ലമ്മ. അമ്മ ചില്ലിയും എപ്പോൾ പോയാലും ചില്ലി ഉണ്ടാക്കും കേട്ടോ. അമ്മ കോഴി ഫാമിലല്ലേ പണിയെടുത്തിരുന്നത്, അപ്പോൾ അവിടുത്തെ വീട്ടിലും ഉണ്ടാക്കുമ്പോഴേ അതേപോലെ വെളിച്ചെണ്ണയിലാണ് കോഴി വറക്കണമെന്ന് പറഞ്ഞു വെച്ചാൽ പിറ്റേ ചൂട് ചോറിൽ ഈ കോഴി വറുത്തത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ വെളിച്ചെണ്ണ അല്ലേ ഒഴിച്ച് തരും കുറച്ചതിൽ, എന്നിട്ട് അങ്ങോട്ട് പെനയ്ക്കും അങ്ങോട്ടില്ലമ്മ ചോറ്. അതിൻ്റെ മൊരി ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. ഇപ്പം പിന്നെ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തും തന്നെ കേട്ടോ ആഴ്ചയിൽ ഒരു ദിവസം എനിക്ക് ഇറച്ചി വാങ്ങിയിട്ടില്ലെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴെപ്പോഴും ഈ കോഴി ഫാമിൽ അമ്മ പണിക്കും കൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കറി വെച്ചിട്ടൊക്കെ ശീലമായി. എത്ര വർഷം ഇരുന്നൂലമ്മ അമ്മ അവിടെ? 16 കൊല്ലം. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ കഴിച്ചിട്ടേ എപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നാടൻ കോഴിയല്ലേ, ഈ കോഴി കഴിക്കാൻ പൂതിയാവും. ആഴ്ചയിൽ ചിലപ്പോൾ 3 ദിവസമൊക്കെ കൂടുമ്പോൾ സൂര്യ വാങ്ങിയിട്ട് വരേ. എന്നിട്ട് പാത്രത്തിൽ ഇങ്ങനെ അടച്ച് വെക്കില്ലമ്മ കോഴി, അതേപോലെ ഉണക്കമീനൊക്കെ. അച്ഛനും തന്നെ വേണമായിരുന്നു. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേ, വലിയേട്ടനും ചെറിയേട്ടനൊക്കെ എവിടേക്കെങ്കിലും പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉണ്ടാവുക. അപ്പോൾ പിന്നെ കുറച്ച് വല്ലാണ്ട് ലാളിച്ചിട്ടേ അതിൻ്റെയൊക്കെയായ ഓരോരോ സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം പിന്നെ ലാളനയൊന്നുമില്ല, ഇപ്പോൾ വെറും ചീത്ത മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഫുള്ള് ചീത്തയാണ്, വലുതായപ്പോഴല്ലേ ഫുള്ള് ചീത്തയാണ്. മറ്റേത് ഒരു പെണ്ണല്ലേ ഉള്ളൂ, അപ്പോൾ താഴെ വെച്ച ഒരു ഉറുമ്പരിക്കും തലയിൽ വെച്ച പേനരിക്കുന്ന പറഞ്ഞിട്ട് അങ്ങനെയാണ്. ഇപ്പം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വെച്ചല്ലേ നമ്മൾ ആദ്യമൊന്നും അങ്ങനെ പറയില്ലല്ലോ. അപ്പം എന്തെങ്കിലും തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പറയും ഒലക്കയും കൊണ്ട് തല്ലണം, ഒന്നേ ഉള്ളു പറഞ്ഞ ഒലക്കയും കൊണ്ട് തല്ലണം. ഇപ്പം നമ്മുടെ ഡയലോഗാണ് കേട്ടോ അത്. ആദ്യമൊന്നും എന്നെ തല്ലിയ ചീത്ത പറയും ഒന്നും ചെയ്തിരുന്നില്ല. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം അമ്മ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറയും എന്താ അമ്മ ഒന്നും പറയാത്ത. ഞാൻ അമ്മ പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ
എന്താ നിങ്ങളുടെ മകളല്ലേ ഞാൻ എല്ലില്ലാത്ത കൊടുക്കട്ടെ പറഞ്ഞിട്ട്. മോരുകൂട്ട ഉണ്ടോ അവിടെ? എന്തേ ചില്ലിയുടെ കൂടെ കഴിക്കാതാ ഉള്ളി കേട്ടോ. കുട്ടികളൊക്കെ അല്ലേ കറിയൊന്നും കൂട്ടാണ്ട് വെറും ചില്ലിയും ചോറും മാത്രമായിട്ട് കഴിക്കുന്നുണ്ട് ഉള്ളിൽ. ഓരോരുത്തരില്ലേ ഷർട്ട് കിച്ചുട്ടിനൊന്നും ഷർട്ട് ഇടാത്ത കൊണ്ട് കാണിക്കാത്തതാണ് കേട്ടോ. ഒക്കെ അവിടെ ഇരുന്ന് കഴിക്കണ്ടേ. അപ്പം നമ്മളില്ലേ നമ്മുടെ വിശേഷം പൂച്ചകൾ തമ്മിൽ നോക്ക് കടി. രണ്ടും കറുപ്പ് പൂച്ചകൾ. ഇന്ന് മണം കേട്ടിട്ടാ തോന്നുന്നുണ്ട്. നടക്കാ എനിക്കാന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ. അപ്പോൾ നാളെ കാണാം കേട്ടോ. നാളെ കാണാം.